ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂ. ഒരു പുതിയ പ്രഭാതം കണി കാണാൻ മോനെ നീ നന്നായി ഉറങ്ങി ഉണരൂ. സമത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഭാതമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനോട് ഉണരാൻ പറഞ്ഞു. അവൻ വായനശാലയിൽ പോയി പഠിച്ചു. അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അടികൊണ്ടു, ഇടികൊണ്ടു, വെടികൊണ്ടു. അവൻ ചത്താലും ചത്തും കൂത്താളിന്ന് സമരം ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവൻ അന്ന് ആപത്ത് കാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാവത്ത് തിന്നുന്നത്. നമ്മൾ ഇന്ന് അരച്ച തേങ്ങ നിങ്ങൾ നട്ട തെങ്ങില്ല, പണ്ടാരോ നട്ടല്ലേ. ഇപ്പൊ നമുക്ക് സമ്പത്ത് കാലത്ത് തൈവത്ത് വെക്കാതെ കാവത്ത് തിന്നാൻ നോക്കിയിട്ട് അടുത്ത തലമുറ ആപത്ത് കാലത്തിലേക്ക് പോകും. അവർക്കന്ന് ഭക്ഷണവും വസ്ത്രവും. എൻ്റെ അച്ഛനൊക്കെ മഴ പെയ്താൽ ചോരാത്തൊരു വീട്ടിൽ ഞങ്ങൾ 4 മക്കളെ എങ്ങനെയാ കിടത്തി ഉറക്കിയാന്ന് ഒരു പ്രതീക്ഷക്കാണ് അച്ഛൻ പഠിച്ചത്. അതിനാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വീടുണ്ട്, നല്ല പാർപ്പിടമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ പഠിക്കുന്നത്? സർക്കാർ ജോലി കിട്ടാനോ? എന്നിട്ടോ വേറെ ആൾക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ വാങ്ങിയടിക്കാനോ? എന്തിനാ? ഈ സർക്കാർ ജോലിയാണോ IT ആണോ ലക്ഷ്യം? അല്ല. സത്യത്തിൻ്റെ അങ്ങേ തലക്കലോളം പോകാൻ മനസ്സ് നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അധിയാപനം. കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയെ അന്വേഷണാത്മകമായി ചോദ്യങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബുദ്ധിയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയ നാട്ടിൽ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ പണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടിയ നോബൽ സമ്മാനം അല്ലാതെ പിന്നെ ഒരൊറ്റ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. എന്തേ? നമ്മുടെ ലക്ഷ്യങ്ങൾ പരിമിതമാണ്, താവട്ടത്തിനുള്ളിലാണ്. നമുക്ക് അനന്തമായി എക്സ്പ്ലോർ ചെയ്യുന്ന ബുദ്ധി ഉണ്ടാവണം കുട്ടികൾക്ക്. എന്തിനാണ് വിദ്യാഭ്യാസം? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കിയ വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാവും. രൂപം കൊണ്ടല്ലല്ലോ വ്യത്യാസം. നമ്മളൊരാളെ പരിഗണിക്കുന്ന അയാളുടെ രൂപം നോക്കിയിട്ടാണോ? മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണോ? അദ്ദേഹത്തിൻ്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടാണോ? അദ്ദേഹത്തിൻ്റെ സിക്സ് പാക്ക് കുടല് കണ്ടിട്ടാണോ? അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് പാറ്റേൺ കണ്ടിട്ടാണോ? അല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കർമ്മവും ചിന്തയും ചേർത്ത ഗാന്ധി ആയതുകൊണ്ടാണ്. ചിന്തിച്ചതെന്തോ അത് കർമ്മത്തിലെത്തിച്ചു. കർമ്മം X ആക്സിസ്, ചിന്ത Y ആക്സിസ്. അപ്പൊ ഗാന്ധിയാണ് ഇന്ത്യ കണ്ട നമ്പർ 1 A+. മനസ്സിലായി?